ഏവർക്കും എൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പഞ്ചാബ് കാശ്മീർ യാത്രയുടെ ഭാഗമായി നമ്മളുള്ളത് അമൃത്സറിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ സംയുക്ത അഭ്യാസങ്ങൾ നടത്തുന്ന വാഗ ബോർഡർ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. ആ കാണുന്നത് പഞ്ചാബിലെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സിദ്ധു ഒക്കെ പഠിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ് അമൃത്സറിലുള്ള ആ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പഞ്ചാബിലെ ഗോതമ്പ് പാടങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ട് മനോഹരമായ കാഴ്ചയും ദർശിച്ചുകൊണ്ട് നമ്മുടെ യാത്ര വാഗ ബോർഡർ ലക്ഷ്യമാക്കി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ്. റോമ ദാബ എന്ന് പറയുന്ന അമൃത്സറിലെ വഴിയോരത്ത് ഒരു ഹോട്ടലിൽ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ. നല്ലൊരു പഞ്ചാബി താലി അല്ലെങ്കിൽ ഒരു ഉത്തരേന്ത്യൻ താലി, പഞ്ചാബിലെ തൈരൊക്കെ കൂട്ടി ഉള്ള ഒരു മനോഹരമായ ഒരു ചോറൊക്കെ തിന്നാനുള്ള പരിപാടിയിലാണ് നമ്മൾ. അങ്ങനെ ഹോട്ടലിലെ ഉച്ചഭക്ഷണവും കഴിച്ച് നമ്മുടെ യാത്ര വീണ്ടും വാഗ ബോർഡർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാഗ ബോർഡർ പോകുന്ന വഴിമധ്യേ നമ്മുടെ മുഖത്തൊക്കെ ചായം തേച്ച് തരും. ഇന്ത്യൻ ദേശീയ പതാകയുടെ ചിത്രങ്ങളൊക്കെ ചായം തേച്ച് തരികയാണ് ഒരു പയ്യൻ. അവന് ഒരു ചെറിയ സംഭാവന 20-30 രൂപ, അതും അവരുടെ ഒരു ജീവിതമാർഗമാണ്. അങ്ങനെ മുഖത്ത് ചായമൊക്കെ തേച്ച് നമ്മുടെ യാത്ര വാഗ ബോർഡർ ലക്ഷ്യമാക്കി നീങ്ങി അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഈ ഗേറ്റിൽ ഫുൾ സെക്യൂരിറ്റിയാണ്. ഇതിനകത്ത് വാഹനങ്ങൾ പ്രവേശനമില്ല. ഒരു സൈഡിൽ സ്ത്രീകൾക്കും മറ്റൊരു സൈഡിൽ പുരുഷന്മാർക്കുമാണ്. നീണ്ട ക്യൂ ആണ് വാഗ ബോർഡർ കാണുന്നതിന്. നമുക്കവിടെ സൗജന്യമാണ് പ്രവേശനം. അങ്ങനെ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് എല്ലാവരെയും പരിശോധിച്ച് മാത്രമേ മൊത്തം ഇന്ത്യൻ മിലിറ്ററിയുടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനുമായി കേവലം 100 മീറ്റർ അകലെ. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് അർദ്ധ ചതുരാകൃതിയിലുള്ള ഒരു സ്റ്റേഡിയമാണ്. ഈ അർദ്ധ ചതുരാകൃതിയുടെ സ്റ്റേഡിയം ഗേറ്റിന് ചേർന്നുണ്ട്. ആ അർദ്ധ ചതുരാകൃതിയുള്ള സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു ഭാഗം അപ്പുറത്തുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പ്രതിജ്ഞ നടക്കുകയാണ്. നോക്കാം. किसी भी अन्य प्रलोभन से प्रभावित हुए बिना ആ കാണുന്നത് പാകിസ്ഥാനാണ്. അതെ, ഒരു വെളിപ്പാടകലെ പാകിസ്ഥാനിലെ സഹോദരീ സഹോദരന്മാർ ഇരിക്കുന്ന കാഴ്ച. ഒരു അർദ്ധ ചതുരാകൃതിയിൽ അവരുടെ സ്റ്റേഡിയം, അർദ്ധ ചതുരാകൃതിയിൽ നമ്മുടെ സ്റ്റേഡിയം. ഒരു കാലത്ത് ഒരു സഹോദരീ സഹോദരന്മാരായി ജീവിച്ച നമ്മൾ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ചില കുബുദ്ധികളുടെ ചിന്തയുടെ ഫലമായി നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു. അങ്ങനെ അവർ അന്യരായി മാറി നമുക്ക്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് ഇങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഒരു കമ്പിവേലിക്കപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന കാഴ്ച ഒരു നീറുന്ന മനസ്സോടുകൂടി മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയത്. അത്രയേറെ വേദനാജനകമായ ഒരു കാഴ്ചയാണ്. ഇതൊരു കൗതുകകരമായ കാഴ്ചയാണ്. നോക്കൂ, അവിടെ 2 ഗേറ്റാണ്. ഒന്ന് പാകിസ്ഥാൻ്റെയും ഒന്ന് ഇന്ത്യയുടെയും. ഇപ്പുറത്തുള്ളത് ഇന്ത്യയുടേത്, അപ്പുറത്ത് പാകിസ്ഥാൻ. 2 ഭാഗത്തും മിലിറ്ററിയുണ്ട്. ഇനി അഭ്യാസങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അവിടെ ലാഹോറിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ നമ്മൾ അമൃത്സറിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരെയാണ് ഈ വാഗ ബോർഡർ സ്ഥിതി ചെയ്യുന്നത്. അവിടെ സന്ദർശകർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആ സ്റ്റേഡിയവും ഫുള്ളാവും.
ഇത് നമ്മുടെ ദീർഘചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ അർദ്ധചതുരാകൃതിയിലുള്ള സ്റ്റേഡിയത്തിലാണ്. ഇവിടെയും സന്ദർശകർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇത് ഫുള്ളാവും, ടിക്കറ്റ് ക്ലോസ് ചെയ്യും. ആ കാണുന്നതാണ് പാകിസ്ഥാൻ സന്ദർശകരുടെ ഗാലറി. ആളുകൾ വരുന്നതേ ഉള്ളൂ, അതും അല്പസമയത്തിനകം നിറഞ്ഞ് കവിയും. किसी भी आपातकालीन स्थिति में, किसी भी इमरजेंसी में स्टेडियम से बाहर निकलने के लिए स्टेडियम के मुख्य द्वार, सूर्य जयंती द्वार व स्टेडियम में बने. സ്റ്റേഡിയത്തിൽ നാം പാലിക്കേണ്ട നിബന്ധനകളെക്കുറിച്ചാണ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. കുട്ടികൾ ഫ്ലാഗുമായി അഭിസംബോധന ചെയ്യുകയാണ് സന്ദർശകരെ. ഇനി ഈ നമ്മൾ ഈ കാണുന്ന ഇത് റോഡാണ്. ശരിക്കും മുന്നേ ലാഹോർ ഡൽഹി ബസ് റൂട്ട് അനുവദിച്ച ഒരു റോഡാണിത്. അതിനകത്ത് നമ്മുടെ സഹോദരിമാർ നൃത്തം ചെയ്യും, ഇന്ത്യൻ ദേശീയ പതാകയും ഒക്കെ ആയിട്ട്. പിന്നെ ഈ രണ്ട് രാജ്യത്തിൻ്റെ കലാപരിപാടികൾ ഒന്ന് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയാം. നമ്മൾ രണ്ട് രാജ്യമാണെങ്കിലും ഏറെക്കുറെ ഒരുപോലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ആ ഒരു ജീവിത രീതി, ഭാഷ ഒക്കെ. നോക്കൂ, സഹോദരിമാർ ഉല്ലസിച്ച് നൃത്തം ചെയ്യുകയാണ്. ആവേശം എന്ന് പറയുന്നത് അതിൻ്റെ പരമോന്നതയിലാണ്. രോമം എണീറ്റ് നിൽക്കാത്ത ഒരു കാഴ്ചക്കാരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്രയേറെ ദേശീയത തുളുമ്പുന്ന ഒരു മനോഹരമായ കാഴ്ച. നാം പാകിസ്ഥാൻ്റെ അടുത്ത് ഒരു വിളിപ്പാടകലെ പാകിസ്ഥാൻ, ഒരു വിളിപ്പാടകലെ ഇന്ത്യക്കാർ. ഈ ഒരു കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനും, ഒരു ഉത്തരേന്ത്യൻ യാത്രികൻ കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ ഈ യാത്രയിൽ എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം വാഗാ ബോർഡറാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല.
दर्शक गणगण ध्यान दें, राष्ट्रीय ध्वज उतारते समय ध्वज के सम्मान में अपने अपने स्थान पर खड़े हो जाएं। साथ ही इस दौरान शांति बनाए रखें तथा किसी नारे आदि का प्रयोग। जिंदाबाद जिंदाबाद। സൈനികാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ത്യൻ സന്ദർശകർ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. സമയം 6:30 മണിയായിരിക്കുന്നു. സൂര്യാസ്തമയത്തിൻ്റെ സമയമായിരിക്കുന്നു. പാകിസ്ഥാനിൽ സൂര്യൻ അസ്തമിക്കുന്നത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് കാണാൻ പറ്റുന്ന ഏക സ്ഥലം ഈ വാഗ ബോർഡർ അല്ലാതെ മറ്റൊന്നുമില്ല. കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.